ഹായ് ഓൾ. ക്രിസ്പർ ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2023 മാത്സ് സെക്ഷനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലെറ്റ് എഫ് ഫ്രം ആർ ടു 0 to infinity be a continuous decreasing function. Suppose f0, f1 till f10 are in geometric progression with common ratio 1/5. In which of the following intervals does the value of 0 to 10 f of x dx lie? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. എഫ് ഫ്രം ആർ ടു 0 to infinity. 0 to infinity എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഫ് ഈസ് എ പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ. എഫ് അതിൻ്റെ ഡൊമൈനിൽ ഡിക്രീസിങ് ആണ്, മാത്രമല്ല പോസിറ്റീവ് ആണ്. സപ്പോസ് f1 till f10 are in a geometric progression with common ratio 1/4. സെക്കൻഡ് പോയിന്റ് പറയുന്നത് f0 till f10 is in GP geometric progression with r equal to 1/5. ഡിക്രീസിങ്ങും ആണ്, അതൊരു ജിയോമെട്രിക് പ്രോഗ്രഷനിലുമാണ്. ഇങ്ങനത്തെ ഈ രണ്ട് പോയിന്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർവെൽസ് ഡസ് ദ വാല്യൂ ഓഫ് 0 to 10 f of x dx ലൈ? അതായത് ഇൻ്റഗ്രേഷൻ പ്രോബ്ലം ആണ്. ഇൻ്റഗ്രേഷൻ പ്രോബ്ലം ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഏരിയ അണ്ടർ ദ കർവ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു എഫ് ഓഫ് എക്സിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ എഫ് ഓഫ് എക്സ് നമുക്കൊരു റഫായിട്ട് ഇങ്ങനെ വരക്കാം. എഫ് ഓഫ് 0 കുറഞ്ഞ് ഇതാ ഈ 10 എത്തുമ്പോൾ ഇത് എഫ് ഓഫ് 10 ആയി മാറും. എഫ് ഓഫ് 0 എഫ് ഒരു പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് 0 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഈ ഒരു ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ ഈ ഏരിയനെ സ്മോൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇങ്ങനെ ഓരോ സ്മോൾ റെക്റ്റാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു റെക്റ്റാങ്കിളിൽ എല്ലാത്തിൻ്റെ വിഡ്ത്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. 1 വിഡ്ത്തില്ല റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം 0 to 10 ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ് ലെസ് ദാൻ ഈക്വൽ ടു ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഓരോരോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ? ഇത് എഫ് ഓഫ് 0 into 1. ഈ ഒരു റെക്റ്റാങ്കിൾ ഏരിയ പറയുന്നത് എഫ് ഓഫ് 1 into 1. ഇത് പറയുന്നത് എഫ് ഓഫ് 2 into 1. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് 0 into 1 പ്ലസ് എഫ് ഓഫ് 1 into 1 അണ്ടിൽ ഈ ഒരു ലാസ്റ്റ് റെക്റ്റാങ്കിൾ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് 9. അപ്പോൾ എഫ് ഓഫ് 9 into 1. അത് മൊത്തം 10 റെക്റ്റാങ്കിൾസ് ഉണ്ട്. കാരണം 0 to 10 ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം 10 റെക്റ്റാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലെസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് അണ്ടിൽ എഫ് ഓഫ് 9. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഈ എഫ് ഓഫ് 0 ടിൽ എഫ് ഓഫ് 10 എന്ന് പറയുന്നത് ഒരു ജിയോമെട്രി പ്രോഗ്രഷൻ്റെ ഭാഗമാണ് വിത്ത് കോമൺ റേഷ്യോ 1/5. അപ്പോൾ എഫ് ഓഫ് 0 അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് 0/5 ആവും. അതുപോലെ തന്നെ എഫ് ഓഫ് 9 എന്ന് പറയുന്നത് എഫ് ഓഫ് 0/5⁻9 ആവും. എന്തുകൊണ്ടാണ്? കോമൺ റേഷ്യോ ഒരു 6 ആണെങ്കിൽ എ nth ടേം എന്ന് പറയുന്നത് a(r)n ആണ്. ഇവിടെ 6 എന്ന് പറയുന്നത് 1/5 ആണ്. എ എന്ന് പറയുന്നത് എഫ് ഓഫ് 0 ആണ്. എഫ് ഓഫ് 0/5⁻9. എഫ് ഓഫ് 0 into 1 പ്ലസ് 1/5 പ്ലസ് 1/5⁻9. എഫ് ഓഫ് 0 into ഇവിടെ എ എന്ന് പറയുന്നത് നമുക്ക് ജോമെട്രി സീരീസിന് സമ്മിൻ്റെ ഇക്വേഷൻ എടുത്ത് നോക്കാം. എൻ ഈക്വൽ ടു a(n) into 1 - r/(1 - r). ഇവിടെ r ഈക്വൽ ടു 1/5, n ഈക്വൽ ടു 10. മൊത്തം 10 ടേംസ് ആണുള്ളത്. a ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പോൾ a ഈക്വൽ ടു 1. ഈ പുതിയ സീരീസിൽ a ഈക്വൽ ടു 1. അപ്പോൾ 1/10 into 1 - 1/5⁻10 by 1 - 1/5. ഈ 1 - 1/5 1/5 എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ 1 - 1/5 എന്ന് പറയുന്നത് 1 ആയിട്ട് ഈക്വൽ ആണ് ഏകദേശം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഈക്വൽ ടു
1 minus 1 by 5, 4 by 5, 5 by 4 f of 0. Area under the curve. Question in which of the following intervals does the value of 0 to 10 f of x dx like? കറക്റ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർവെൽസ് മാത്രം തന്നിട്ടില്ല. നമുക്ക് ഓൾറെഡി മനസ്സിലായി ഈ എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ ലെസ് ഇക്വൽ ടു 5/4 f0. അത് മാത്രമല്ല ഏരിയ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ട്? എഫ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 0 ലെസ് ഈക്വൽ ടു 0 to 10 f of x ലെസ് ഈക്വൽ ടു 5/4 f0. ഇതിൽ ഏത് ഓപ്ഷനിലാണ് അത് വരുന്നത്? എ 0 to f0. അപ്പോൾ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് ഏരിയ ഈസ് ലെസ് ഈക്വൽ ടു 5/4 f0. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസിയാണ്. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ റെക്ടാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഏത് ഏരിയ ആണെങ്കിലും അതിനെ അപ്രോക്സിമേറ്റ് നമ്മൾ എങ്ങനെ ചെയ്യുക? സ്മോൾ റെക്ടാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാലാണ് അതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Let M be a 3x3 matrix with real entries such that x1, x2, x3 is all the vectors such that m into x equal to 0 and also x such that x1 plus x2 equal to 0 equal to x2 plus x3. അതായത് ഈ x എന്നുള്ള വെക്ടർ mx equal to 0യും സാറ്റിസ്ഫൈ ചെയ്യും. ഓൾസോ x1 plus x2 equal to 0, x2 plus x3. ഇതിൽ നിന്ന് എമ്മിന്റെ പ്രത്യേകതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ? സോ ഈ mx equal to 0 എന്നുള്ള വെക്ടർ എന്ന് വെച്ചാൽ x1 plus x2 equal to 0 സാറ്റിസ്ഫൈ ചെയ്യണം, x2 plus x3 equal to 0 സാറ്റിസ്ഫൈ. അതായത് നമുക്കൊരു എക്സാമ്പിൾ വെക്ടർ എടുക്കാം. x equal to x1, x2, x3. ഈ ഒരു ഫസ്റ്റ് ഫോർമുലയിൽ നിന്ന് നമുക്ക് കിട്ടും x2 equal to minus x1. സെക്കൻഡ് ഫോർമുലയിൽ നിന്ന് നമുക്ക് കിട്ടും x3 equal to minus x2 equal to minus of minus x1 equal to x1. ഈ രണ്ട് ഫോർമുലേഴ്സ് നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. x equal to x1, x2 equal to minus x1, x3 equal to again x1 is equal to x1 into 1 minus 1 1. അതായത് x1 belongs to R. അതായത് ഈ എക്സിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. അതായത് ഏത് x1 into 1 minus 1 ഈ ഒരു എക്സ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഫോർ mx equal to 0. നമുക്കറിയാം ഒരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എടുത്താൽ അതിന് 3 ടൈപ്പാണുള്ളത്. യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവാം, നോ സൊല്യൂഷൻ ഉണ്ടാവാം, ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ടാവാം. യുണീക്ക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് mx equal to 0 അല്ലെങ്കിൽ mx equal to b ആയിട്ട് ഡിനോട്ട് ചെയ്യാം. യുണീക്ക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ m ഈസ് നോൺ സിംഗുലർ എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് ഓഫ് m നോട്ട് ഈക്വൽ ടു 0. ഈ രണ്ട് കേസിൽ നോ സൊല്യൂഷനും ഇൻഫിനിറ്റ് സൊല്യൂഷൻസിലും m ഈസ് സിംഗുലർ എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് ഓഫ് m ഈക്വൽ ടു 0. ഈ നമുക്കുള്ള കേസ് ഏതാ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസാ. അതായത് m ഈസ് സിംഗുലർ അഥവാ ഡിറ്റർമിനന്റ് ഓഫ് m ഈക്വൽ ടു 0. അപ്പോൾ എ ആണ് ആൻസർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഓഫ് m എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കിനി തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ലോക്കസ് ഓഫ് ദ സെന്റർ ഓഫ് സർക്കിൾസ് പാസിംഗ് ടു ദ ഒറിജിൻ 0 0 വിത്ത് ഫിക്സ്ഡ് റേഡിയസ്? ഇവിടെ നമുക്ക് സെന്റർ ഓഫ് സർക്കിൾസിന്റെ ലോക്കസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ അറിയാം, എക്സ് മൈനസ് ആർ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇവിടെ ആർ എസ് എന്ന് പറയുന്നത് സെന്റർ ആണ്, എ എന്ന് പറയുന്നത് റേഡിയസ് ആണ്.
സിമ്പിളായിട്ട് വരച്ച് നോക്കിയാൽ അതെങ്ങനെ കിട്ടും. ഇത് എയും ഇതിന്റെ സെൻട്രലിന്റെ ഇക്വേഷൻ ആർഎസും ഒരു പോയിന്റ് ഇക്വേഷൻ പറയുന്നത് എക്സ് വൈ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ സർക്കിളിന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആറും എസും വെച്ചിട്ട് ലോക്കസ് ഓഫ് സെന്റേഴ്സിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് തന്നിട്ടുണ്ട് ഈ സർക്കിൾ പാസസ് ടു ദ ഒറിജിൻ 0 0. അപ്പൊ നമുക്ക് എക്സ് വൈ ഈക്വൽ ടു 0 0 ഇട്ട് കൊടുക്കാം. വെറുതെ ഇട്ട് കൊടുത്താൽ ഇവിടെ 0 ഇവിടെ 0 ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും r² പ്ലസ് x² ഈക്വൽ ടു a². ഇതാണ് സെന്റർ ഓഫ് ലോക്കസ് ഓഫ് സെന്റർ ഓഫ് സർക്കിൾസിന്റെ ഇക്വേഷൻ. ഏകദേശം വരക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു സർക്കിൾ പാസിംഗ് ടു ദ സെന്റർ എടുത്താൽ ഇതിന്റെ സെന്റർ ഇതായിരിക്കും, വേറെ സർക്കിൾ എടുത്താൽ അതിന്റെ സെന്റർ ഇവിടെ ആയിരിക്കും, വേറെ സർക്കിൾ എടുത്താൽ അതിന്റെ സെന്റർ ഇങ്ങനെ ആയിരിക്കും. ഈ സെന്ററിന്റെ പോയിന്റ്സിന്റെ ഇതെടുത്താൽ അത് വേറൊരു സർക്കിൾ ആയിരിക്കും. അപ്പൊ ആ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ r² പ്ലസ് s² ഈക്വൽ ടു a², അതായത് വേറൊരു സർക്കിൾ ആയിരിക്കും. അതായത് ഈ ഒറിജിനിൽ പാസ് ചെയ്യുന്ന എല്ലാ സെന്റർ വിത്ത് ഈക്വൽ റേഡിയസ് അതിന്റെ സെന്ററിന്റെ ഇക്വേഷൻ എടുത്താൽ അതൊരു പുതിയൊരു സർക്കിൾ ആയിരിക്കും. അതാണ് എ. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ആൽഫ ബി എ റിയൽ നമ്പർ. What is the total number of distinct points of intersection between the parabola y equal to x² plus 4x sin alpha plus 6 and the pair of length y² equal to 1? അപ്പൊ നമുക്കൊരു പാരബോള തന്നിട്ടുണ്ട്, ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പെയർ ഓഫ് ലൈൻസും തന്നിട്ടുണ്ട്. y² ഈക്വൽ ടു പ്ലസ് ഓഫ് മൈനസ് 1, y² ഈക്വൽ ടു 1. ഈ പെയർ ഓഫ് ലൈൻസിൽ നമുക്ക് ലൈൻ ഡിവൈഡ് ചെയ്യണം. രണ്ട് ലൈൻ ഉണ്ട്. ലൈൻ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? y ഈക്വൽ ടു പ്ലസ് 1 ഇത് L1 ആയിട്ട് എടുക്കുക, y ഈക്വൽ ടു മൈനസ് 1 ഇത് L2 ആയിട്ട് എടുക്കുക. ഇനി നമുക്ക് പാരബോളയും ഈ ലൈൻസും നമ്മൾ ഇന്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് പാരബോളും L1 നമ്മൾ ഇന്റർസെക്ഷൻ നോക്കുക. പാരബോള ആൻഡ് L1 ഇത് തമ്മിൽ ഇന്റർസെക്ഷൻ നോക്കാം. ഇത് തമ്മിൽ ഇന്റർസെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? y ഈക്വൽ ടു പ്ലസ് 1 ഈ ഒരു പാരബോളിന്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ y ഈക്വൽ ടു പ്ലസ് 1 ഇട്ട് കൊടുക്കുക. പ്ലസ് 1 ഈക്വൽ ടു x² പ്ലസ് 4x sin alpha plus 6 x² plus 4x sin alpha plus 5 equal to 0. ഇതൊരു ക്വാഡ്രേറ്റിക് ഇക്വേഷൻ ആയി. ക്വാഡ്രേറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് x ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുന്നത് 4 sin alpha പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 sin alpha in the square sin 16 sin square alpha minus 4 into 1 into 5 minus 20 by 2. നമുക്കറിയാം. ഇനി ഈ ഒരു ഇത് നോക്കേ, 16 sin square alpha minus 20 ഓൾറെഡി sin alpha belongs to 0 1 ക്ലോസ് ബ്രാക്കറ്റ് 0 1. അതുകൊണ്ട് തന്നെ sin square alpha belongs to close bracket 0 1. 16 sin square alpha belongs to 0 16. അപ്പോ 16 sin square alpha മൈനസ് 20 എപ്പോഴും നെഗറ്റീവ് നമ്പർ ആയിരിക്കും. നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എക്സ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഇംപ്ലൈസ് നോ സൊല്യൂഷൻ. പാരബോളിയും L1 എന്ന ലൈനും തമ്മിൽ എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. നമുക്ക് നെക്സ്റ്റ് കേസിലേക്ക് നോക്കാം. പാരബോള ആൻഡ് L2. L2ന്റെ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു മൈനസ് 1. അത് നമുക്ക് ഈ പാരബോളിന്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. മൈനസ് 1 ഈസ് ഈക്വൽ ടു x² പ്ലസ് 4x sin alpha പ്ലസ് എത്രയാ 6. മൈനസ് 1 ഇപ്പുറത്തേക്ക് എടുത്ത് നോക്കാം. x² പ്ലസ് 4x sin alpha പ്ലസ് 7 ഈക്വൽ ടു 0. നേരത്തെ അതേ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു മൈനസ് 4 sin alpha പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 sin square alpha മൈനസ് 4 into 1 into 7, അതായത് 4 into 7 മൈനസ് 28 by 2a. നേരത്തെ അതേപോലെ തന്നെ 16 sin square alpha ലെസ് ദാൻ 28. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് എക്സ് ഈസ് കോംപ്ലക്സ്.
അതുകൊണ്ട് തന്നെ നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ എന്ന് വെച്ചാൽ L2 ആയിട്ട് പാരബോള എവിടെയും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് L1 ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല, L2 ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ് പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ പാരബോള ആൻഡ് പെയർ ഓഫ് ലൈൻസ് ആയിട്ടില്ലേ, അതിന്റെ ആൻസർ 0. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Let L be a straight line passing to the origin and it makes angles alpha, beta and gamma with the positive x, y and z axis respectively. What is the value of cos 2 alpha plus cos 2 beta plus cos 2 gamma? ഇവിടെ നമുക്ക് ഒരു എക്സ് വൈ സെഡ് ആക്സിസ് വരച്ച് നോക്കാം. എക്സ് ഇവിടെ ഒരു ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ആൽഫയും വൈ ആക്സിസ് ആയിട്ട് ബീറ്റയും സെഡ് ആക്സിസ് ആയിട്ട് ഗാമയും ആണ് ഉണ്ടാക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1. ഈ ഒരു ഇക്വേഷൻ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കാരണം കോസ് 2 ആൽഫ നമുക്ക് കോസ് 2 എക്സിന്റെ വാല്യൂ അറിയാം. എന്താ? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇത് കോസിന്റെ ടേംസ് എഴുതുമ്പോൾ എന്താ? കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ 2 cos square x minus 1. ഓക്കെ, cos 2 x കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താ? cos 2 ആൽഫ പ്ലസ് cos 2 ബീറ്റ പ്ലസ് cos 2 ഗാമ. cos 2 ആൽഫ പ്ലസ് cos 2 ബീറ്റ പ്ലസ് cos 2 ഗാമ ഇസ് ഈക്വൽ ടു ഈ ഒരു ഇത് ഇവിടത്തെ കിട്ടുക 2 cos സ്ക്വയർ ആൽഫ മൈനസ് 1 പ്ലസ് 2 cos സ്ക്വയർ ബീറ്റ മൈനസ് 1 പ്ലസ് 2 cos square gamma minus 1 is equal to 2 into cos square alpha plus cos square beta plus cos square gamma minus 1 3 അവിടെ ഉണ്ട്, അതുകൊണ്ട് മൈനസ് 3. cos square alpha plus cos square beta plus cos square gamma 1 ആണ് നമുക്കറിയാം. അപ്പോൾ 2 into 1 minus 3 is equal to 2 minus 3 is equal to minus 1. Minus 1 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Sixth question. What is the total number of distinct devices of 2 raised to n into 3 raised to 90? നമ്പർ ഓഫ് ഡിവൈസസ് ആണ് കാണുന്നത്. ഇതിനൊരു ഈസി ആയിട്ടൊരു ഫോർമുല ഉണ്ട്. ടേക്ക് n ഈക്വൽ ടു p1 raised to k1 p2 raised to k2 till pr raised to kr. ഇതെന്താ? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് n. n ഇങ്ങനെ എഴുതുകയാണെങ്കിൽ number of devices of n is equal to k1 plus 1 into k2 plus 1 into till kr plus 1. kr. Okay, അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള നമ്പർ എന്താ? 2 raised to n into 3 raised to 19 ആണ്. 2 raised to n equal to 2 raised to n into 3 raised to n. അപ്പൊ നമ്പർ ഓഫ് ഡിവൈസസ് എന്താ? ആദ്യം 9 പ്ലസ് 1 ഇൻറ്റു ഇവിടെ 19 ഉള്ളത് 19 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു ഇത് 10 ഇൻറ്റു 20 200 ആണ് ആൻസർ. ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ട് n ഈക്വൽ ടു നമ്പർ ഓഫ് ഡിവൈസ് ഓഫ് n ഈക്വൽ ടു k1 പ്ലസ് 1 ഇൻറ്റു k2 പ്ലസ് 1 ഇൻറ്റു ടിൽ kr പ്ലസ് 1. ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇവിടെ p1 ഒരു ഡിവൈസിൽ എടുത്ത് നോക്കാം. അതായത് ഡി എന്ന് പറയുന്നത് p1 raised to r1 അല്ല p1 raised to s1 till pr raised to sr ആയിരിക്കും. ഈ s1ന് 1 2 up to k1 0 1 2 up to k1 വാല്യൂസ് എടുക്കാം. അതുപോലെ തന്നെ s2ന് 0 1 2 till k2 വാല്യൂസ് എടുക്കാം. അതുപോലെ srന് 0 1 till kr വാല്യൂസ് എടുക്കാം. ഇവിടെ k1 plus 1 വാല്യൂസ് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ kr plus 1 വാല്യൂ എടുക്കാം. പെർമുറ്റേഷൻ അനുസരിച്ചിട്ട് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും നമ്പർ ഓഫ് ഡിവൈസസ് എങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഇക്വേഷൻ നേരെ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം IIT-ലൊക്കെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ നോക്കാം. Suppose the mean and the standard deviation of the data x1 till x9 are mu and sigma respectively. After including one more data value x10,
the mean of the data remains mu. What is the standard deviation of the data x1 till x9? നമുക്ക് ഓൾറെഡി ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട് x1 till x9. അതിന്റെ വാല്യൂ അതിന്റെ മീനും തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ തന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, വേരിയൻസ് അല്ല. ഈ ഒരു മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എങ്ങനെ ചേഞ്ച് ആവുന്നു ഒരു എക്സ്ട്രാ ഡാറ്റ എടുക്കുമ്പോൾ? മ്യൂ ചേഞ്ച് ആവുന്നില്ല, മ്യൂ സെയിം ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു എക്സ്ട്രാ ഡാറ്റ എന്ന് പറയുന്നത് മ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മീൻ ചേഞ്ച് ആവാത്തത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചേഞ്ച് ആവുന്നുണ്ട് എത്ര, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു മാത്തമാറ്റിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ബിഫോർ ആഡിങ് ദ ന്യൂ ഡാറ്റ നമുക്ക് മ്യൂ കിട്ടും 1/9 into x1 plus x2 plus x9. s is equal to square root of 1/n into x1 minus mu whole square plus x2 minus mu whole square and x9 minus mu whole square. Okay, new data വന്നപ്പോൾ മ്യൂ നമുക്ക് ഓൾറെഡി അറിയാം. The mean of the data remains mu. That is equal to mu equal to 1/10. Total number of data is 10 ആയിരിക്കും. അതുകൊണ്ട് തന്നെ 1/10 plus 2 plus x9 plus x10. ഈ x1 till x9 നമുക്ക് ഈ ഒരു ഇക്വേഷൻ 1 വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് 9 into mu. 1/10 into 9 mu plus x10. ഇത് ഇവിടത്തേക്ക് പോകുമ്പോൾ 10 mu equal to 9 mu plus x10 implies x10 equal to mu. ഓക്കെ, മാത്തമാറ്റിക്കലി x10 mu ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് s dash നോക്കാം. s dash equal to square root of 1/10 into x1 minus mu dash. mu dash എന്ന് പറയുന്നത് mu തന്നെയാണ്, അതൊന്ന് mu square plus x2 minus mu square till x9 minus mu square plus x10 minus mu whole square. But x10 നമുക്ക് mu ആണെന്ന് അറിയാം. അപ്പോൾ x10 minus mu 0 ആയി പോകും. p is equal to square root of 1/10 into ഈ ഒരു ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. 2ൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ ഇവിടത്തേക്ക് സ്ക്വയർ ചെയ്ത് ഇൻറ്റു 9 ചെയ്യുമ്പോൾ 9s square ആയിട്ട് കിട്ടും. അപ്പോൾ 1/10 into 9s square. അപ്പോൾ s dash equal to 1/√10. 9ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3 വരും. 3s/√10. പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാണാം. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറച്ച് ചെറിയ വാല്യൂ കൊണ്ട് കുറയും. എന്തുകൊണ്ട്? മീനായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, പുതിയതായിട്ട് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറച്ചൊന്ന് കുറയുന്നുണ്ട്. 3/√10 into 6. ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ 3 bias coins. Let the probability of getting head be 1/3 and the probability of getting tail be 2/3 in each of the coins. So that the experiment of tossing the 3 coins one by one in the following event occurs. E. At least 2 heads draw. F. First coin shows tail. What is the conditional probability of E event that F has already occurred? നമുക്ക് തന്നിട്ടുണ്ട് F has already occurred. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. F already occurred means ഫസ്റ്റ് കോയിൻ ഷോസ് ടെയിൽ. അതായത് നമുക്ക് 3 കോയിൻ ഉണ്ട്. 3 കോയിനിൽ ആദ്യത്തെ കോയിൻ ടെയിലാണ് തന്നത്. ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഈ ഗിവൺ എഫ് ആണ്. എഫ് ഓൾറെഡി ഒക്കറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഈ എന്ന് വെച്ചാൽ എന്താ? അറ്റ്ലീസ്റ്റ് 2 ഹെഡ് ഷോ ആയോ. ഈ ഒക്കറാണെങ്കിൽ 2 ഹെഡ്സ് എങ്കിലും ഷോ ചെയ്യണ്ടേ. ആദ്യത്തെ ഹെഡ് ടെയിൽ ഉണ്ട്, ഇതിൽ ബാക്കി 2 ടോട്ടൽ 3 ഇതല്ലേ കോയിൻസ് അതിൽ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള 2 കോയിൻസും ഹെഡ് ആയിരിക്കാം. ബാക്കിയുള്ള 2 കോയിൻസ് ഹെഡ് ആണെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഹെഡ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ഹെഡ്. ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഹെഡ് എന്താ? 1/3. അപ്പോൾ 1/3 ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു 1/9. 1/9 ആണ് ആൻസർ. അപ്പോൾ കണ്ടീഷണൽ പ്രോബിലിറ്റി വെച്ച് നമ്മൾ അങ്ങനെ ചെയ്യാം. ഓരോ ഇവന്റ് എടുക്കും. അതായത് ഓൾറെഡി ഒക്കറായിട്ടുള്ള ഇവന്റ് ഓൾറെഡി ഒക്കറായിട്ട് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഇവന്റിൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. അതാണ് ഒരു ഈസി മെത്തേഡ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഹാസ് y equal to e raised to x as one of its particular solutions? 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ y equal to e raised to x ഏത് ഇക്വേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്.
അല്ലാണ്ട് ഓരോ ഇക്വേഷനും സോൾവ് ചെയ്ത് നമുക്ക് ഇറേസ്റ്റ് എക്സ് ആണോ സൊല്യൂഷൻ കണ്ടുപിടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇറേസ്റ്റ് എക്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇറേസ്റ്റ് എക്സ് ഇട്ട് കൊടുക്കാൻ നമുക്കറിയാം ഇറേസ്റ്റ് എക്സ് വൈ ഈക്വൽ ടു ഇറേസ്റ്റ് എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സും ഇറേസ്റ്റ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഇറേസ്റ്റ് എക്സ് ആയിരിക്കും. അപ്പോൾ എത്ര പ്രാവശ്യം ഇറേസ്റ്റ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താലും നമുക്ക് ഇറേസ്റ്റ് എക്സ് തന്നെയാണ് കിട്ടുക. അതൊരു ഭയങ്കര ഒരു പ്രോപ്പർട്ടിയാണ് ഇറേസ്റ്റ് എക്സിന്റെ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഓരോ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. വൈ എന്ന് പറയുന്നത് ഇറേസ്റ്റ് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് എക്സ് മൈനസ് ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇറേസ്റ്റ് എക്സ് സ്ക്വയർ ഇറേസ്റ്റ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറേസ്റ്റ് 2x ഈക്വൽ ടു ഇറേസ്റ്റ് 2x മൈനസ് ഇറേസ്റ്റ് 2x പ്ലസ് ഇറേസ്റ്റ് 2x ഇതും കട്ടാവും ഈക്വൽ ടു ഇറേസ്റ്റ് 2x ഈക്വൽ ടു ഇറേസ്റ്റ് 2x. അതാ അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇറേസ്റ്റ് 2x. അപ്പോൾ ഈ കറക്റ്റ് ആൻസർ ആണ് നമുക്ക്. ഇവിടെ എല്ലാ ക്വസ്റ്റ്യനും സൊല്യൂഷൻ എ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ എ ആൻസർ ചെയ്തിട്ട് അതങ്ങനെ ആവണമെന്നില്ല പരീക്ഷയ്ക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്ത് നോക്കാം, എല്ലാ ഓപ്ഷനും ചെയ്ത് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് എക്സ് ഡി സ്ക്വയർ ബൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇറേസ്റ്റ് എക്സ് ആണ്. അപ്പോൾ ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് എക്സ് പ്ലസ് ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് എക്സ് പ്ലസ് ഇറേസ്റ്റ് എക്സ് സ്ക്വയർ അതായത് ഇറേസ്റ്റ് 2x. ഇത് 3 ഇറേസ്റ്റ് 2x വരും which is not equal to the right hand side which is erased 2x. തേർഡ് വൺ ചെയ്ത് നോക്കാം. ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് എക്സ് മൈനസ് ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് എക്സ് പ്ലസ് ഇറേസ്റ്റ് 2x ഈക്വൽ ടു ഇറേസ്റ്റ് 2x നോട്ട് ഈക്വൽ ടു ഇറേസ്റ്റ് എക്സ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഫോർത്ത് വൺ ചെയ്ത് നോക്കാം. ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് എക്സ് പ്ലസ് ഇറേസ്റ്റ് എക്സ് ഇൻറ്റു ഇറേസ്റ്റ് എക്സ് പ്ലസ് ഇറേസ്റ്റ് 2x അതായത് 3 ഇറേസ്റ്റ് dx which is not equal to ഇറേസ്റ്റ് എക്സ്. അപ്പോൾ നമുക്ക് എ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ബാക്കി 3 എണ്ണം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, 10th ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the area of the region xy such that c to x are equal to y are equal to c raised to x square, c to x are equal to x less than or equal to 1. ഒരു ഏരിയ അണ്ടർ ദ കേവ് പോലത്തെ ഒരു കേസാണ്. ബട്ട് മൾട്ടി വേരിയബിൾ ആണ്. എക്സും ഉണ്ട് വൈയും ഉണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ബോത്ത് ഇന്റഗ്രൽ എടുക്കും. ആദ്യം തന്നെ 0 to x e raised to x square dy. ഇതാണ് ഇൻസൈഡ് ആയിട്ടില്ല. കാരണം ഡിവൈൻ്റെ ബൗണ്ടറീസ് വരുന്നത് 0യും x e raised to x square ആയിരിക്കും. ഇത് നമ്മൾ ഉള്ളിൽ ചെയ്യുന്നു, എന്നിട്ട് പുറത്ത് 0 to 1 dx ചെയ്യുന്നു. ഇതാണ് ഇന്റഗ്രൽ. എന്തുകൊണ്ട് y goes from 0 to x e raised to x square and x goes from 0 to 1. ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് 0 to 1 x e raised to x square dx. കാരണം ഇന്റഗ്രൽ dy 0 to x e raised to x square എന്ന് പറയുന്നത് x e raised to x square തന്നെയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 2x കിട്ടും, അല്ലെങ്കിൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ 2 കിട്ടും. എക്സ് നമുക്കറിയാം 0 to 1 ആണ് പോകുന്നത്. അതുപോലെ തന്നെ ടി എന്ന് പറയുന്ന എക്സ് സ്ക്വയറും 0 to 1 തന്നെയാണ് പോകും. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 to 1 എക്സ് ഡി എക്സ് എന്താ ഡി ടി ബൈ 2 ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്നത് ഇ റേസ് ടു ഡി ടി ബൈ 2. അത് ഹാഫ് ഇൻറ്റു ഇ റേസ് ടു ടിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇ റേസ് ടു ടി തന്നെയാണ് 0 to 1. ഹാഫ് ഇൻറ്റു ഇ മൈനസ് ഇ റേസ് ടു 0 1 ഹാഫ് ഇൻറ്റു ഇ മൈനസ് 1. അപ്പോൾ ഒരു മൾട്ടി വേരിയബിൾ ഇന്റഗ്രൽ വന്നാൽ ആദ്യം y ചെയ്യുക പിന്നെ എക്സ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം എക്സ് ചെയ്യുക പിന്നെ y ചെയ്യുക. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പിന്നെ ഇ റേസ് സംതിങ് വന്നാൽ ഓൾമോസ്റ്റ് എല്ലാ കേസിലും, അതായത് 12th ലെവൽ അല്ലെ 8th ലെവലിൽ ഓൾമോസ്റ്റ് എല്ലാ കേസിലും അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർമുല ആയിരിക്കും. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുന്നതല്ല. ഓക്കെ, 11th ക്വസ്റ്റ്യൻ നോക്കാം. Consider the objective function z equal to x minus y subject to the constraints x plus 2y less than or equal to 10, x plus y greater than or equal to x greater than 0, y greater than 0. What is the minimum value of z subject to the above constraints? ഇതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്.
ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് നമുക്ക് ഒരു ഗ്രാഫ് വരച്ചുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ കൺസ്റ്റൻസിൽ എക്സ് ഗ്രേറ്റർ 0 വൈ ഗ്രേറ്റർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നിലത് പറയുന്നത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ 2. അത് ഇങ്ങനെയുള്ള ലൈറ്റ് ആയിരിക്കും. എക്സ് പ്ലസ് വൈ ഇത് 2 0 ഇത് 0 2. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം. നെക്സ്റ്റ് വൺ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. ഇവിടെ എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ വൈ ഈക്വൽ ടു 5 കിട്ടും. ഈ ഏകദേശം ഇവിടെ വരും. വൈ ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ് ഈക്വൽ ടു 10 കിട്ടും. സോറി, എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ ഏകദേശം ഇവിടെ വരും. വൈ ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 10 എന്ന് വെച്ചാൽ ഏകദേശം ഇവിടെ വരും. ഇങ്ങനെ ഒരു ലെസ് ദാൻ ഈക്വൽ ടു ഇല്ലത് കൊണ്ട് തന്നെ ഈ ഒരു സൈഡ്. അപ്പോൾ ടോട്ടൽ ഇതാണ് നമ്മുടെ കൺസ്ട്രെയിനിലെ ഏരിയ. കൺസ്ട്രെയിനിലെ ഏരിയ കിട്ടി. ഇനി നമുക്ക് മിനിമം വാല്യൂ ഓഫ് സെഡ് ആണ് വേണ്ടത്. മിനിമം വാല്യൂ നമുക്ക് അറിയാം ഓൾവേസ് ഒക്കേഴ്സ് അറ്റ് കോർണേഴ്സ്. ഈ ഒരു 4 കോർണറിലാണ് മിനിമം വാല്യൂ ഒക്കെ അറിയുക. ഈ 4 കോർണർ എന്തൊക്കെയാ? ഇതെന്താ? 0 5 10 0. നമുക്കറിയാം 4 കോർണർ സൈഡിൽ 0 5 10 0 0 2 2 0. ഇതിൽ സെഡിന്റെ വാല്യൂ എന്താ? സെഡ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് വൈ. ഇതില് -5 10 -2 2 -5 ആണ് മിനിമം. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് എങ്ങനെ സോൾവ് ചെയ്യുക? ഫസ്റ്റ് ഗ്രാഫ് വരക്കുക, എന്നിട്ട് അതിന്റെ കോർണേഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് കോർണേഴ്സിൽ ആ സെഡിന്റെ വാല്യൂ എന്താ, അതിൽ ആ വാല്യൂല് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് ഒരു LP പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യുക. 12th ക്വസ്റ്റ്യനിലേക്ക് പോവാം. Let P of x equal to x square plus bx plus c be a quadratic polynomial with real coefficients b and c. Suppose P of 1 equal to 5 and P of minus 1 equal to 3. What is products of the roots of P of x equal to 0? ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. മാത്രമല്ല P of 1 തന്നിട്ടുണ്ട്, P of minus 1 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വാട്ട് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ P of x equal to 0? നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതിൽ പ്രൊഡക്റ്റ് എന്താ? പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താ? ഈക്വൽ ടു സി ബൈ എ. അതുപോലെ തന്നെ സം ഓഫ് റൂട്ട്സ് എന്താ? മൈനസ് ബി ബൈ എ. ഈ ഒരു ഗിവൺ ഇക്വേഷനിൽ നമുക്ക് എന്താ വേണ്ടത്? പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അതിൽ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താ? സി ബൈ എ. എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ സി ആണ് നമുക്ക് കണ്ടുപിടിക്കാനില്ല. സി എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഓൾറെഡി 2 സ്ഥലത്ത് പിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പി ഓഫ് 1 തന്നിട്ടുണ്ട്, പി ഓഫ് മൈനസ് 1 തന്നിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് സിന്റെ വാല്യൂ കിട്ടും. 1 ഇട്ട് കൊടുക്കാം. പി ഓഫ് 1 ഇട്ട് കൊടുക്കാം. പി ഓഫ് 1 ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 5. പി ഓഫ് 1 5 ആണ് തന്നിട്ടുണ്ട്. പി ഓഫ് 1 മൈനസ് 1 ഈക്വൽ ടു -1 square plus b into -1 plus c is equal to 1 minus b plus c is equal to 3. 3 ആണ് നമ്മൾ തരുന്നത്. ഈ ഒരു 1 and 2 നിന്ന് നമുക്ക് c കണ്ടുപിടിക്കണം. ജസ്റ്റ് ആഡ് ചെയ്യുക. 1 plus 2 ചെയ്യുക. 1 plus 2 ചെയ്താൽ 1 plus 1 2 minus b plus b കട്ടാവും plus 2c equal to 5 plus 3 8. 2c equal to 8 minus 2 equal to 6. c equal to 3. ജസ്റ്റ് പി ഓഫ് 1 പി ഓഫ് മൈനസ് 1 വാല്യൂസ് ഇട്ട് കൊടുത്താൽ അതിൽ നമുക്ക് സി കിട്ടും. സി ആണ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ്. question. A from -1 to r be a differentiable function such that f dash of x equal to 2 by x square minus 5 and f of 0 equal to 0. Then in which of the following intervals does f of 1 lie? നമുക്ക് എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2 by x square minus 5. നമുക്ക് എക്സ് ബിലോങ്സ് ടു 0 1 കൺസിഡർ ചെയ്യാം. എക്സ് 0 1 ഇന്റർവെല്ലിൽ ബിലോങ്സ് ചെയ്യാൻ ചെയ്യും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0. എന്തുകൊണ്ട്? എക്സ് സ്ക്വയർ മൈനസ് 1
എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന്റെ ഏറ്റവും ബിഗസ്റ്റ് വാല്യൂ എന്താ? എക്സ് സ്ക്വയറിന്റെ ബിഗസ്റ്റ് വാല്യൂ എന്താ? 0 1 1 ആണ്. അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ മൈനസ് 1 ഓൾവേസ് ലെസ് ദാൻ 0 ആണ്. ഡിനോമിനേറ്റർ ലെസ് ദാൻ 0, ന്യൂമറേറ്റർ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സും ലെസ് ദാൻ 0 ആയിരിക്കും. ഈ ഒരു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇതൊരു എഫ് എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഇതാണ് എഫ് എങ്കിൽ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. മാത്രമല്ല എഫ് ഒരു ഡിക്രീസിങ് ഫംഗ്ഷനുമാണ് വെൻ എക്സ് ബിലോങ്സ് ടു 0 1. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിയാം 1 0 0 ആണെങ്കിൽ ഇത് ഏത് ഇന്റർവെല്ലിൽ ലൈ ചെയ്യുക? മൈനസ് ഇൻഫിനിറ്റി ടു 0. ബാക്കി എല്ലാ ഇന്റർവെല്ലും പോസിറ്റീവ് എക്സ്. ആകെ എ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബൈ ജസ്റ്റ് ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് പോണ്ട, ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ നോക്കുക എന്നിട്ട് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്താലും കിട്ടും, ബട്ട് ഇറ്റ് ടേക്സ് ലൈക്ക് മോർ ടൈം. അപ്പോൾ ഓൾറെഡി ഓപ്ഷൻ നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് ചെയ്യും. 14th question നോക്കിയോ? Let f of x equal to sin of 3x. x belongs to 0 pi by 2. Which of the following statements is true? f of x എന്നത് sin of 3x ആണ്. ആദ്യം നമുക്ക് sin of xന്റെ ഗ്രാഫ് നോക്കാം. sin of xന്റെ ഗ്രാഫ് എങ്ങനെയാ? 0 to pi by 2 അല്ലെങ്കിൽ 0 to pi എടുത്ത് നോക്കാം. ഇത് പൈ, ഇത് പൈ ബൈ 2, സോറി ഇത് 2, ഇത് 2 പൈ, ഇത് പൈ, ഇത് പൈ ബൈ 2. ഇതാണ് സൈൻ ഓഫ് എക്സിന്റെ ഗ്രാഫ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് സൈൻ ഓഫ് 3x കൺസിഡർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? എക്സ് ആണെങ്കിൽ സൈൻ ഓഫ് 3x 3 വട്ടം ചുരുങ്ങണം. അതായത് ഒരു പീക്കിന്റെ സ്ഥലത്ത് ഇതാണ് ഒരു പീക്കെങ്കിൽ ഒരു പീക്കിന്റെ സ്ഥലത്ത് 3 പീക്ക് ഉണ്ടാവും. അതായിരിക്കും സൈൻ ഓഫ് 3x. ഇങ്ങനെ ആയിരിക്കും. 0 to പൈയിൽ തന്നെ 3 പീക്ക് ഉണ്ടാവും. അപ്പൊ 0 to pi by 2 1.5 പീക്ക് ആയിരിക്കും. ഇതാണ് സൈൻ ഓഫ് 3x. പൈ ബൈ 2 1.5 പീക്ക്. പൈ ബൈ ഈ ഒരു പീക്ക് വരുന്നത് എവിടെയാ? പൈ ബൈ 3 ഇതായിരിക്കും. അപ്പൊ ഇത് പൈ ബൈ 6 ആയിരിക്കും. ഇത് പൈ ബൈ 3. അപ്പൊ സൈൻ ഓഫ് 3xന്റെ ഗ്രാഫ് നമുക്ക് കിട്ടി. എന്നാൽ നമുക്ക് മാൻ്റെ ഇന്റർവെൽ എന്താ? പൈ ബൈ 4 പൈ ബൈ 2 ആണ്. പൈ ബൈ 2 ഇവിടെ നമുക്ക് ഓൾറെഡി ഉണ്ട്. പൈ ബൈ 4 തന്നെ പൈ ബൈ 6ന്റെ പൈ ബൈ 3 നടുക്ക് ഇവിടെ എങ്ങനെ ആയിരിക്കും? അപ്പൊ നമുക്ക് കാണാൻ പറ്റും പൈ ബൈ 4ന്റെയും പൈ ബൈ 2ന്റെയും നടുക്ക് ഈ സൈൻ ഓഫ് 3x ഓൾവേസ് ഡിക്രീസിങ് ആണ്. ഇതാ ഈ ഒരു ഇന്റർവെല്ലിൽ സൈൻ ഓഫ് 3x ഓൾവേസ് ഡിക്രീസിങ് ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഇസ് ഡിക്രീസിങ് ഓൺ പൈ ബൈ 4 പൈ ബൈ 2. ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം കൺസിഡർ ഗ്രാഫ്. ഒരു സൈൻ ഓഫ് 3x ആയിട്ട് നമുക്ക് ഓൾറെഡി അറിയാം ഒരു സൈൻ എക്സിന്റെ 3 തവണ ചുരുങ്ങിയിട്ടുള്ള ഗ്രാഫാണ് സൈൻ ഓഫ് 3x. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് പൈ ബൈ 4ന്റെ പൈ ബൈ 2ന്റെ ഇന്റർവെല്ലിന്റെ ഇടയിൽ ഈ എഫിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0? ഓരോ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് അത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാം. അത് നമുക്ക് ഈ മോഡെക്സ് ചെയ്ത് നോക്കാം. മോഡെക്സിന്റെ ഗ്രാഫ് എങ്ങനെയാ? ഈ എക്സിൽ ഒരു പോയിന്റർ ആയിട്ടാണ് മോഡെക്സിന്റെ ഗ്രാഫ്, സിമെട്രിക് വിത്ത് എക്സ്. അപ്പൊ പോയിന്റഡ് വന്നാൽ നമുക്ക് ഓൾറെഡി അറിയാം നോട്ട് ഡിഫറൻഷ്യബിൾ. ഈ എക്സ് മോഡെക്സ് ബേസ് ടു 1/2, അതായത് റൂട്ട് ഓഫ് മോഡെക്സ്. റൂട്ട് ഓഫ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെയാ? റൂട്ട് ഓഫ് എക്സ് ഈസ് ഓൺലി ഡിപെൻഡ് ഓൺ എന്താ? പോസിറ്റീവ്. റൂട്ട് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് മോഡെക്സിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ബോത്ത് പോസിറ്റീവിലും ഉണ്ടാവും നെഗറ്റീവിലും ഉണ്ടാവും. അതും സിമെട്രിക് ആയിരിക്കും. ഇതൊക്കെ കാണാൻ പറ്റും എന്താ? പോയിന്റർ എഡ്ജ് ഉണ്ട് 0. അതുകൊണ്ട് തന്നെ ഇതും ഡിഫറൻഷ്യബിൾ അല്ല. ഇനി നമുക്ക് സൈൻ ഓഫ് മോഡെക്സ് നോക്കാം. സൈൻ ഓഫ് എക്സ് എങ്ങനെയാ? ഇങ്ങനെ അല്ലേ? അതായത് സൈൻ ഓഫ് 0 0 8 ഇങ്ങനെയാണ് സൈൻ ഓഫ് എക്സിന്റെ ഗ്രാഫ് വരിക. അപ്പോൾ സൈൻ ഓഫ് മോഡെക്സ് എങ്ങനെ വരിക? സിമെട്രിക് ആക്കുക. ഈ താഴേക്കുള്ള ട്രഫ് മുകളിലേക്കുള്ള പീക്ക് ആവും. അപ്പോൾ നമുക്കൊരു കാണാൻ പറ്റും ഈ സൈൻ എക്സ് എക്സ് ഈക്വൽ ടു 0 വീണ്ടും പോയിന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സൈൻ ഓഫ് മോഡെക്സ്. അതുകൊണ്ട് തന്നെ സൈൻ ഓഫ് മോഡെക്സും ഡിഫറൻഷ്യബിൾ അല്ല. ഇനി കോസ് ഓഫ് എക്സ് എടുത്ത് നോക്കാം. കോസ് ഓഫ് എക്സ് എങ്ങനെയാ ഇരിക്കുന്നത്? ഇവിടെ ഒരു പീക്കിലാണല്ലേ? എക്സ് ഈക്വൽ ടു 0 ഒരു പീക്കാണ്.
എക്സ് ഈക്വൽ ടു 0 പീക്ക് ആണെന്ന് വെച്ചാൽ മാത്രമല്ല ഇതൊരു സിമെട്രിക് ഗ്രാഫാണ് കോസ് എക്സ്. സിമെട്രിക് ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ കോസ് ഓഫ് മോഡ് എക്സും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, സെയിം എന്നായിരിക്കും. കോസ് ഓഫ് മോഡ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോസ് ഓഫ് മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്, എക്സ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ ആണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റും. എന്തുകൊണ്ട്? കോസ് ഓഫ് മോഡ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ്, വേറെ കോസ് ഓഫ് എക്സ് ഈസ് ഓൾറെഡി ഡിഫറൻഷ്യബിൾ. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. അതുപോലെ തന്നെയാണ് കോസ് ഓഫ് മോഡ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് തന്നെയാണ്. ഈസി ആയിട്ട് നമുക്ക് ഓരോന്നിനും ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏതൊക്കെയാണ് ഡിഫറൻഷ്യബിൾ, ഏതൊക്കെയാണ് ഡിഫറൻഷ്യബിൾ അല്ലാതെ. ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ 15 ചോദ്യങ്ങളും ചെയ്തു. വേറെ സെഷനിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാം. മോസ്റ്റ് ഓഫ് ദ ചോദ്യങ്ങൾ ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ, അതുപോലെ തന്നെ ലീനിയർ ആൽജിബ്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ കുറേ പാർട്സ് നിന്നാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ പാർട്സ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് വേറെ രീതിയിലെ IIT PYQ ചെയ്ത് നമുക്ക് ശീലിക്കാൻ പറ്റും. പക്ഷേ അധികം IIT PYQ ക്വസ്റ്റ്യൻസ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഫ്രീ മോക്ക് ടെസ്റ്റ് വിസ്പർ ലേണിംഗിന്റെ ഫ്രീ മോക്ക് ടെസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയ അവൈലബിൾ ആണ്. എല്ലാവരും അതും കൂടെ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവരും നല്ല വൃത്തി കോൺഫിഡൻസിൽ കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു നോക്കുക. എല്ലാ IIT പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്.